ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോണത് നമ്മുടെ ഇൻഫോ പാർക്കിനകത്ത് വരുന്ന, അതായത് ഇൻഫോ പാർക്ക് ഓൾ ലൊക്കേഷനിൽ നിന്ന് വരുന്ന കുറച്ച് ഇന്റേൺഷിപ്പ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ഈ എല്ലാ വാക്കൻസീസും നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റേൺഷിപ്പിൻ്റെ വാക്കൻസീസ് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് അല്ലാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ എന്താ പറയുക പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പിനൊക്കെ പോകണേക്കാട്ടി മുന്നേ നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കമ്പനീനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് ഒന്ന് അന്വേഷിക്കുക. അതിന് ശേഷമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റേൺഷിപ്പിനൊക്കെ നോക്കുക, ട്രൈ ചെയ്യുക. കാരണം വേറെ ഒന്നല്ല ഇങ്ങനെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്റേൺഷിപ്പിലൊന്നും പോയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ പെയ്ഡ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇൻഡീഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഒരുപാട് കോൾ ഉണ്ടായിരുന്നു. പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 6-7 മാസം നമുക്ക് വർക്ക് ചെയ്യാം. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 1 year പ്ലസ് സർട്ടിഫിക്കേഷൻ അവർ തരാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവർ തരാം. ഇത്ര എമൗണ്ട് പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാലം വർക്ക് ചെയ്താൽ മതി. പക്ഷെ അവർ സർട്ടിഫിക്കറ്റ് ഒരു 1 year അല്ലെങ്കിൽ 1 year പ്ലസോ തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരോട് ഒരു പരിചയവും ഇല്ല. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല കേട്ടോ. ഇന്റേൺഷിപ്പ് ചെയ്ത ആൾക്കാർ ഈ പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെ ചെയ്തിട്ടുള്ള ആൾക്കാരെന്ന് എനിക്കറിയാം. അല്ലാതെ ഈ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട്. ഞാൻ ഇന്റേൺഷിപ്പിൻ്റെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ടല്ലോ, ഒരു 4-5 വീഡിയോസ് എന്തായാലും ഇട്ടിട്ടുണ്ടാവും ഞാൻ ഇന്റേൺഷിപ്പിൻ്റെ വീഡിയോസ് മാത്രമായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ DM ആയിട്ട് വരുന്നൊരു കാര്യമാണ്, ചേച്ചി ഇത് പെയ്ഡ് ആണല്ലോ. അതായത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് പെയ്ഡും പെയ്ഡ് അല്ലാത്തതും പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ള കാര്യം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഇൻഫോ പാർക്കിലാണെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരെയും വിളിക്കും, ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇപ്പോൾ ഒരു 50 ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 18 ആൾക്കാരായിരിക്കും ഈ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് എന്നെ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിക്കും, ചേച്ചി കുറച്ച് ഡീറ്റെയിൽ പറയാമോ. ചേച്ചി പറയുമ്പോൾ ഒരു ടെൻഷനുണ്ട്, അപ്പോൾ ചേച്ചിയും കൂടി പറയുമ്പോൾ ഒരു സമാധാനമായിട്ട് എനിക്ക് പോയി ചേരാമല്ലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാനുള്ളൊരു റീസൺ അതാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ മാക്സിമം എന്താ ഫേക്ക് അല്ലാത്ത വീഡിയോസാണ് ചെയ്യുന്നത്, വാക്കൻസീസാണ് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഈ സൈറ്റിലുള്ള വാക്കൻസീസ് മാത്രം ഷെയർ ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ സൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അതിൽ എന്താ പറയുക വാക്കൻസീസൊക്കെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള വാക്കൻസീസ് ആണ് വരാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വേറെ കുറേ ആപ്പത്തൊന്നും എടുത്തിട്ട് പറയാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഇന്റേൺഷിപ്പാണോ ചെയ്യാൻ താല്പര്യം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടതെന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു പ്രീവിയസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്ക് അകത്ത് കേട്ടോ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, ഓൾറെഡി ഓരോ വീഡിയോൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയൊക്കെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഇത് ഷെയർ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇന്റേൺഷിപ്പിൻ്റെ വീഡിയോസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്ക് സൈറ്റിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ലോഡാവുന്നേയുള്ളൂ കേട്ടോ. ഇൻഫോ പാർക്ക് സൈറ്റിൻ്റെ അകത്തു നിന്നാണ് ഞാൻ വാക്കൻസീസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ ഈ ഒരു വാക്കൻസീസ് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സൈറ്റിൽ കയറി എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള വീഡിയോ നോക്കിയതിന് ശേഷം ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഈ ഒരു സെർച്ച് ബട്ടണിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്കിൽ ഓൾ ലൊക്കേഷനുള്ള വാക്കൻസീസ് വരും കേട്ടോ. ഇങ്ങനെ ചെയ്യാനും മടിയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, എനിക്ക് സംഭവം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോബ് നോക്കുമ്പം ഇൻഫോ പാർക്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമായിരുന്നു. കാരണം ഒരു ഫ്രഷറായിരിക്കുന്ന സമയത്ത്, ഫ്രഷറല്ല IT ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ IT പാർക്ക് ഭയങ്കര താല്പര്യമാകും. ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, സൈബർ പാർക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവം അറിയണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി അല്ല, ഒരു
4-5 മാസം മുന്നെയാണ് എനിക്കിത് മനസ്സിലായത് ഇങ്ങനത്തെ സംഭവം ഉണ്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു വാക്കൻസിയാണ്. ഡീറ്റെയിൽസ് ഞാൻ കംപ്ലീറ്റ് പറയുന്നില്ല, കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് എന്താ പറയുക വാക്കൻസിയാണ് താല്പര്യം ജസ്റ്റ് ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ലൈക്ക് ചെയ്യുക. അതിനുശേഷം വന്നിട്ട് നിങ്ങൾക്ക് ഏത് വാക്കൻസിയാണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് വന്നിട്ടുള്ളത്. അതിൽ എന്താ പറയുക ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് അവൈലബിൾ ആയിട്ട് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുണ്ട്. അപ്പോൾ ഞാനത് വായിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBA, BBA, BCA ഒക്കെ ഇവിടെ എപ്പോഴും ചോദിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. ചേച്ചി BBA കഴിഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ BCA കഴിഞ്ഞ ആൾക്കാർക്ക് എന്തൊക്കെ വാക്കൻസീസ് ആണ് വരുന്നത് അതൊന്ന് ഷെയർ ചെയ്യാമോ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് കേട്ടോ. യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് പോരാണ്ട് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കുന്നത് ഈ ഒരു സംഭവത്തിന്. അതുപോലെ തന്നെ ഈ ഫിനാൻസ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഇല്ലേ, അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജസ് വരാറുള്ളത്, എനിക്കവരും വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ MBA, BBA, BCA, MCA, BCom, BPharm, DPharm കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വന്നിട്ടുള്ളത് കേട്ടോ. ഇത് അവൈലബിൾ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാർക്കറ്റിങ്ങിലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഓക്കെ, മാർക്കറ്റിംഗ് വാക്കൻസി വന്നിട്ടുള്ളത് 6 വാക്കൻസീസ് വന്നിട്ടുണ്ട് ഗൈസ്. 6 വാക്കൻസീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസിൽ 4 വാക്കൻസി വന്നിട്ടുണ്ട്. ഓപ്പറേഷൻസിൽ 4 വാക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ HR 4 വാക്കൻസീസ് വന്നിട്ടുണ്ട്. ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് 3 വാക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ BCom കഴിഞ്ഞിരിക്കുന്നവർക്ക് സ്റ്റോക്ക് ഓഡിറ്റിംഗ് ഇന്റേണിൻ്റെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെയിം, സ്പെഷ്യലൈസേഷൻ, കോണ്ടാക്ട് ഡീറ്റെയിൽസ്, റിലവൻറ്റ് സ്കിൽസ്, എക്സ്പീരിയൻസ് ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ഇവരൊന്ന് മെയിൽ അയക്കാനോ അല്ലെങ്കിൽ കോൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ ഈ ജോബ് പറയാനുള്ള റീസൺ ഇതാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് എപ്പോഴും പറയാറുള്ള അല്ലെങ്കിൽ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞിട്ടുള്ള വാക്കൻസീസ് ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇതന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് സ്കിപ്പ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനുശേഷം വന്നിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഇതിൽ നമുക്ക് എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെറും 5000 വേർഡ്സ് മാത്രമാണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരൊറ്റൊരു ഡീറ്റെയിൽസ് അയച്ചു കഴിഞ്ഞാൽ അത് ഫില്ലാവും. പിന്നെ എനിക്ക് #ടാഗ്സോ കീവേഡ്സോ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു വാക്കൻസി വരുന്നത് നെറ്റ് ഫ്രീ ഇന്റേൺഷിപ്പ് ആണ്. പിന്നെ Node.js ഇന്റേൺഷിപ്പ് വരുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കുന്നില്ല. വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. ഓക്കെ, ഒരുപാട് ഇന്റേൺഷിപ്പ് വാക്കൻസീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ട് പോകാൻ ഞാൻ കേട്ടോ. പിന്നെ വരുന്നൊരു വാക്കൻസിയാണ് ഗൈസ് വീഡിയോ എഡിറ്റിംഗ് ഇന്റേൺസിൻ്റെ വാക്കൻസി. ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊരു കമ്പനിയിലാണെങ്കിലും മാർക്കറ്റിംഗ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ നല്ല കത്തി നിൽക്കുന്നില്ലേ. അതിൽ നമ്മൾ ഈ ഓൺലൈൻ ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോ പ്രസൻറ്റേഷൻ, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക്സ് ഇവർക്കൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ എന്തൊരു വാക്കൻസീസ് ആണെന്നറിയോ. ഇപ്പോൾ നമുക്ക് അതിനുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ് താല്പര്യം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്റേൺഷിപ്പ് വന്നിട്ടുള്ളത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആട്ടോ. എവിടെ നോക്കിയാലും ഇപ്പോൾ ടെക്നോ പാർക്ക് ആണെങ്കിൽ ഇൻഫോ പാർക്ക് ആണെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും. ഒരു 10 വാക്കൻസി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇന്റേൺഷിപ്പ് 2 എണ്ണമെങ്കിലും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായിരിക്കും. ഭയങ്കര ഇപ്പോൾ കത്തി നിൽക്കുന്ന 2-3 സംഭവങ്ങളാണ് ഈ വീഡിയോ എഡിറ്റിംഗ്, നേരത്തെ പറഞ്ഞപ്പോൾ വീഡിയോ പ്രസൻറ്റേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ കേട്ടോ. എന്തായാലേ കാലത്തിൻ്റെ ഒക്കെ ഒരു ഓക്കെ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ എന്തിനാ അങ്ങനെ ഞാൻ കോഡിങ് പോയി ചെയ്തത്. നോക്കുമ്പോൾ കോഡിങ്ങിനൊക്കെ ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ജോബൊക്കെ കിട്ടൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ നൈസാണ് കേട്ടോ.
ഓക്കെ, അടുത്ത വന്നിട്ടുള്ള ഒരു ഫുൾ സ്ട്രാക്ക് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പിലാണ് ഒരു വാക്കൻസി വന്നിട്ടുള്ളത്. പിന്നെ വീണ്ടും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പ്, രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരും കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുള്ള വേർഡ് പ്രസ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഡാറ്റ സയൻസ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പാണ് ഗൈസ്. ഡാറ്റ അനലിസ്റ്റ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസി വന്നിട്ടുണ്ട്. എ ഐ എഞ്ചിനീയർ ട്രെയിനിങ് ആൻഡ് ഇൻറ്റേൺഷിപ്പിലൊരു വാക്കൻസി ഉണ്ട്. AI ഏജൻറ്റ്സ് ട്രെയിനിങ് ഇൻറ്റേൺഷിപ്പിൻ്റെ വാക്കൻസിയാണ് അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ ഗ്രാഫിക് ഡിസൈനിങ് ആണ് കേട്ടോ, ഇൻറ്റേൺഷിപ്പാണ്. ഓക്കെ, സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കൻസീസ് ഒക്കെ ഇപ്പോൾ കവർ ആയില്ലേ? എന്താ ഗ്രാഫിക് ഡിസൈനിങ്, സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിൻ്റെ വാക്കൻസി, പിന്നെ നേരത്തെ പറഞ്ഞ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് വായിച്ച് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിക്കുന്നു മാത്രം. കാരണം വാക്കൻസി എന്താണെന്ന് മാത്രമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വാക്കൻസി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാ ഡീറ്റെയിൽസും ഒന്ന് ഓൾ റൗണ്ട് ഒന്ന് കണ്ണു ഓടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 കണ്ട ഫില്ലായിപ്പോയി. ഓക്കെ, റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇൻ്റേണിൻ്റെ ഒരു വാക്കൻസി ഉണ്ട് കേട്ടോ. അതിൽ AI ആൻഡ് ഡാറ്റ എഞ്ചിനീയറിംഗ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് വാക്കൻസി വന്നിട്ടുള്ളത്. പിന്നെ ഫ്ലൂട്ട് ഡെവലപ്പർ ഫ്രഷറിലൊരു വാക്കൻസി ഉണ്ട്. ബയോ ഇൻഫോർമാറ്റിക്സ് അനലിസ്റ്റിലൊരു വാക്കൻസി വന്നിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേഷൻ, ഓക്കെ, കണ്ടന്റ് ക്രിയേഷനിൽ വാക്കൻസി വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രാഫിക് ഡിസൈനിലൊരു വാക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വാക്കൻസി? 25 വാക്കൻസി ആയില്ലേ. ഇനിയുണ്ട് വാക്കൻസി ഇൻറ്റേൺഷിപ്പിൽ, ഇനിയും വാക്കൻസീസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യട്ടോ. നെറ്റ് ഡെവലപ്പർ ഇൻ്റേണൽ ഒരു വാക്കൻസി വന്നിട്ടുണ്ട്. HR ഇൻ്റേണൽ വീണ്ടും വാക്കൻസി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വാക്കൻസിയാണ് HR വന്നിട്ടുള്ളത്. ഓക്കെ, ഫിനാൻസ് ഇൻ്റേണൽ വാക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. ഫിനാൻസിൽ കണ്ടന്റ് റൈറ്റർ ഇൻ്റേണൽ വാക്കൻസി വന്നിട്ടുണ്ട്. UX ഇൻ്റേണൽ വാക്കൻസി ഉണ്ട്. പിന്നെയും UX ഡിസൈനിങ് വാക്കൻസി വന്നിട്ടുണ്ട്. വീണ്ടും HR നോൺ പെയ്ഡ് ഇൻറ്റേൺഷിപ്പിൽ വാക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാക്കൻസിയാണ്, ഒരു 29 വാക്കൻസീസാണ് ഇന്ന് ഞാൻ വായിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വാക്കൻസിയാണോ നിങ്ങൾ നോക്കുന്നത് താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ സൈറ്റിലോട്ട് കയറുക, ജസ്റ്റ് നോക്കുക, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ജോബിനൊക്കെ അപ്ലൈ ചെയ്യുക, കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാൻ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ അതിനെക്കുറിച്ചിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഓൾമോസ്റ്റ് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ എന്തായാലും അത് ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഇനി ഇത്രയും വാക്കൻസീസാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ഒരു വാക്കൻസീസ് മാത്രം ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒന്ന് പറഞ്ഞ് അടുത്തടുത്ത് ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ സ്കിപ്പ് ചെയ്യണതിലായിരിക്കും നിങ്ങൾക്ക് വേണ്ട വാക്കൻസി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇൻഫോ പാർക്കിൽ എല്ലാ ലൊക്കേഷനിലും വാക്കൻസി ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും വാക്കൻസിലോട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.